വേലു, എന്താ സാർ? ഇത്തവണ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാർ. നീ എനിക്കൊരു സഹായം ചെയ്യണം. അയ്യോ, ലേറ്റ് ആയല്ലോ സാറേ. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ പുലിവേഷം കൊടുക്കായിരുന്നു. ഗണപതി ആണെങ്കിലും ചേരുവല്ലേ? ഏയ്, അയ്യോ, കൂടിയ പോലീസോ? ഞാൻ കരുതി സെക്യൂരിറ്റി ആയിരിക്കും. ഞാൻ പോണേ. വേണ്ട. കരൺ, നീ ആ സൈക്കിൾ എടുത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് വാ. പറ്റില്ല. എടാ, ഒന്ന് പോയിട്ട് വാടാ. പോയി പൊക്കോളാം. മറ്റേ ജാട കണ്ടില്ലേ? ആൾമാറാട്ടം. അയ്യേ, പോലീസായ സാറ് തന്നെ ആൾമാറാട്ടം നടത്താൻ പറയുന്നു. ഇതൊക്കെ ശരിയാണോ സാറേ? ഞാൻ മറ്റൊരുത്തനായിട്ട് വേഷം ഇടും. അതെ, എന്നെ കൊണ്ട് പറ്റില്ല സാറേ. ഞാനില്ല അതിനൊന്നും. ഇനി അതും കൂടി നടത്തിയിട്ട് വേണം എന്നെ. സാർ, അവന്റെ പേരെന്താന്നാ പറഞ്ഞ? ബില്ല. ആ, എന്തൊരു കഷ്ടമാണ് സാർ ഇത്. ഞാനിപ്പോ ബില്ലായിട്ട് അഭിനയിക്കേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? ഈ വിഷയം ആ വേലായുധനെങ്ങാനും അറിഞ്ഞെന്നിരിക്കട്ടെ. ഈ വേലു ക്ലോസ് ഷുവർ. വേലു, സാക്ഷാൽ മുരുകൻ തന്നെ അനീതി ഇല്ലാതാക്കാനായിട്ട് പല വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. സാറേ, അവിടെ 6 തലയാ, ഇവിടെ 1 തലയേ ഉള്ളൂ. ഒരു ഐഡിയ പറയട്ടെ, സാറിന് തന്നെ ബില്ലായാലും എന്താ? അതൊന്നും പറ്റില്ല. ഇത് നോക്ക്. എന്താ ഇത്? നോക്ക്. സാർ, എന്റെ ഫോട്ടോ കാണിച്ച് എന്നെ തന്നെ വരട്ടെ അല്ലേ? ഗ്രാഫിക്സ് അല്ലേ? അവനാണ് ബില്ല്. ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ. കള്ളക്കടത്ത്, ഡ്രഗ്സ്, മോഷണം, ആയുധ വിൽപ്പന, കൊലപാതകം. അവന് വേണ്ടി പല രാജ്യത്തെ പോലീസ് വല വീശുക. ഇപ്പം മനസ്സിലായോ ഞാൻ നിന്നോട് ബില്ലാവും പറഞ്ഞതിന്റെ കാര്യം? പാടില്ലായിരുന്നു സാർ. നിങ്ങളോട് ബില്ലായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് തെറ്റാ. പണി പാളിയനെ. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇയാളെ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ അയാളെ നിർത്തി എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാമായിരുന്നില്ലേ? പറ്റില്ല. അതെന്താണ്? അവൻ മരിച്ചുപോയില്ലേ? എങ്കിൽ കാര്യം കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ബില്ലായിട്ട് അഭിനയിക്കേണ്ട കാര്യമുണ്ടോ? ദേ നോക്ക് വേലു, ബില്ലയ്ക്ക് മുകളിൽ ഒരുത്തനുണ്ട്. അവനെയും കൂട്ടാളികളെയും പിടിക്കണമെങ്കിൽ നീ ബില്ലായിട്ട് അഭിനയിക്കണം വേലു. അതൊന്നും നടക്കില്ല സാർ, എന്നെ വിട്ടേക്ക്. നിന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തതല്ല, ആജ്ഞാപിച്ചത്. അയ്യോ, ഇത് പൊല്ലപ്പായല്ലോ സാർ. ഞാൻ ഒറ്റ തടിയായിരുന്നെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി എതിർപ്പില്ലാതെ കൂടെ വന്നേനെ. ഇപ്പൊ ഈ ചെക്കൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം. അവൻ്റെ അച്ഛനാണ് സാർ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നത്. അവൻ്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം ആ പയ്യന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല. അവരാഗ്രഹിച്ചതുപോലെ അവന് നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ജീവിതവും നേടിക്കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, മറ്റൊന്നും കൊണ്ടല്ല സാർ. നീ ബില്ലായിട്ട് അഭിനയിക്കുക. അയ്യോ, നീ പറഞ്ഞതുപോലെ അവനെ ഏറ്റവും നല്ല ബോഡി സ്കൂളിലാക്കി ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സകല ചെലവും ഞാൻ നോക്കാം. എന്താ? ശരി, ഞാൻ ബില്ലായിട്ട് അഭിനയിക്കുന്നിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഗ്യാങ് മുഴുവൻ ക്രിമിനൽസ് ആയിരിക്കുമല്ലോ. നാളെ ഞാൻ ബില്ലേ അല്ലെന്ന് അറിയാൻ ഇടയായാൽ അപ്പോ എന്റെ ലൈഫിന് ആരാണ് ഗ്യാരണ്ടി? ഞാനിരിക്കുമല്ലേ. ഓക്കെ, നാളെ സാറ് തട്ടിപ്പോയാലോ? നീ ബില്ലായിട്ട് അഭിനയിക്കുന്നു. ഓക്കെ. വേലു, ഇതാണ് സെന്റ് ജോൺ സ്കൂൾ. മലേഷ്യയിലെ നമ്പർ 1 സ്കൂൾ ഇതാണ്. അങ്ങോട്ട് നോക്ക്. കരൺ, വേലു, ഹേയ്, ലോ 5. ഹലോ അങ്കിൾ. കരൺ, ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. നീ നന്നായി പഠിച്ച് വലിയവനാവണം സാറിനെ പോലെ.
സാറിനേക്കാൾ വലിയവനെ വേണം. ശരി. ശരി ശരി, പോയി കളിച്ചു. ഹഗ്ഗിംഗ്. ബൈ അങ്കിൾ. Bye. ബൈ വേലു. ബൈ. സാർ എനിക്ക് തന്ന വാക്ക് പാലിച്ചു. ജെന്റിൽമാൻ. ഐ നോ. പറയൂ സർ, ഐ എം റെഡി. ഗുഡ്. സർ, ഇവിടെ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വന്നാണോ? സാറ് പോയി കണ്ടിട്ട് വരും, ഞാൻ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തോളാം. വേലു, നീ ഇവിടുന്നാണ് ബില്ലയായി മാറേണ്ടത്. അയ്യേ, ഇവിടെയോ? സാറേ വെറുതെ കളിക്കല്ലേ സാറേ. കോട്ടും സൂട്ടിട്ടുണ്ട് ഇവിടെ നിന്നാൽ നല്ല കോമഡി ആയിരിക്കും. അയ്യോ, സാറിനെ പറഞ്ഞല്ല, പൊതുവെ പറഞ്ഞതാ. ശരി, ഇവിടെ എത്ര ഇരുമ്പ് തൂണുണ്ടെന്ന് പറയാൻ പറ്റുമോ? വിൽക്കാനാണോ? സോറി, എത്ര എണ്ണം ഉണ്ടെന്ന് പറ. അത് എണ്ണി നോക്കിയാ പോരെ? 1 2 3 4 84 ഇരുമ്പ് തൂണുകൾ, 7 വാതിലുകൾ, 6 ജനാലകൾ. നിന്റെ സ്ഥാനത്ത് ബില്ലയായിരുന്നെങ്കിൽ ഇവിടെ ഓരോ ചുമരിലും എത്ര ഇഷ്ടികയുണ്ടെന്ന് വരെ പറഞ്ഞനെ. പണ്ട് കൺട്രാക്കാരെന്ന് തോന്നല്ലോ സാറ്. സാർ മുംബൈ വന്ന് എണ്ണി വെച്ചല്ലേ? അയ്യോ, യു ഗുഡ് സാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവരെ പറ്റിക്കാൻ പഠിക്കണം, പറ്റിക്കുന്നവരെ പിടിക്കാൻ അറിയണം. കൊല്ലാൻ പഠിക്കണം, പിടിക്കപ്പെടാതെ നോക്കണം. പിടിക്കപ്പെട്ടാലോ രക്ഷപ്പെടാൻ പഠിക്കണം. നീ ഇനി വേലുവല്ല, നീ ആരോരുമില്ലാത്തൊരു പുതിയ ആളാ. ആരെയും അനുസരിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. നിന്നെ നയിക്കാൻ പോകുന്നത് നിന്റെ മനസാക്ഷിയാണ്. അതിനെ മാത്രം അനുസരിച്ചാൽ മതി. പലരും അത് ചെയ്യാറില്ല. ഇപ്പൊ നിന്റെ മനസാക്ഷി അത് ഞാനാണ്. ഇനി നിന്റെ ചിന്ത നിന്നെ കുറിച്ച് മാത്രമായിരിക്കണം. നീയാണ് ബില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കണം. എങ്ങനെ ലോഗിൻ ചെയ്യണം, ഇൻഫർമേഷൻസ് എങ്ങനെ എടുക്കണം, അതിനുശേഷം ആ ഡേറ്റാസ് എങ്ങനെ കളയണം എന്നൊക്കെ. ആയുധങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ശത്രുക്കളെ നേരിടാൻ കഴിയൂ. ആയുധങ്ങൾ ഇല്ലെങ്കിലും ശത്രുക്കളെ വീഴ്ത്താൻ പഠിക്കണം. ഇതൊക്കെ നിനക്കുള്ളതാ. മതി വരുവോളം കുടിച്ചോ, ആവശ്യം പോലെ വലിച്ചോ, നീ മടുക്കുന്നത് വരെ. കാരണം ബില്ല കള്ളു കുടിക്കുകയുമില്ല, സിഗരറ്റ് ഇട്ട് വലിക്കുകയില്ല, നീ കുടുങ്ങുകയുമില്ല. എനി ഡൗട്ട്സ്? എന്താ തൊട്ടു നക്കാൻ? ബില്ല, ഗുഡ്. ഇനി ഒരു കാര്യം കൂടിയേ ബാക്കിയുള്ളൂ. നീ പോലീസിന്റെ പിടിയിലാവണം. ഹലോ, യെസ്, എവിടെ?
എപ്പോഴാ കണ്ടത്? ഉം, ഉം. ആരാ സംസാരിക്കുന്നത്? ഹലോ, മിസ്റ്റർ ജയ്, ഓ ബില്ലെ കണ്ടെത്തി. ഓ സോറി, ഇവിടെ പാടില്ല. ഹൗ ഇസ് ഹി? ഹീസ് ഫൈൻ. സ്കാനിംഗ് റിസൾട്ട് അനുസരിച്ച് മെമ്മറി ലോസ് ഉണ്ട്. പഴയതൊക്കെ മറന്നുപോകും. യുനോ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. എപ്പോൾ റിക്കവർ ചെയ്യും? പറയാൻ പറ്റില്ല. 2 ആഴ്ചയാകാം, ചിലപ്പോൾ ഒരാഴ്ച, മേ ബി ഒരു 5 മിനിറ്റിൽ ശരിയാകാനും മതി. ഡോക്ടർ ഓ, ക്യാൻ. ബട്ട് ബി കെയർഫുൾ വിത്ത് മൈ പേഷ്യൻറ്റ്. നോ ഇൻട്രോഗേഷൻ, ഭേദമാവുന്നതുവരെ. സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം. വളരെ ജാഗ്രതയായിരിക്കണം. ബിക്കോസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. എക്സ്ക്യൂസ് മീ, ഹോൾഡ് ഇറ്റ് ഹിയർ പ്ലീസ്. സർ, ബില്ലെ അറസ്റ്റ് ചെയ്തതിന് അഭിനന്ദനങ്ങൾ. താങ്ക്സ്. പക്ഷെ അതിന് ജനങ്ങൾക്കാണ് ഞാൻ നന്ദി പറയേണ്ടത്. അവർ തന്ന ഇൻഫർമേഷൻ വെച്ചാണ് ബില്ലെ പിടിക്കാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിൽ ബില്ലയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ബില്ലയുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിവേ, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഏതോ ജയിൽ ടൈറ്റ് സെക്യൂരിറ്റിയോടെ ആ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അയാൾ റിക്കവർ ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങൂ. അതുവരെ നിങ്ങൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. സർ, ഒരു കാര്യം കൂടി, സർ, ബില്ലെ എപ്പോഴാണ് സർ, പ്ലീസ്. പ്ലീസ് എക്സ്ക്യൂസ് മീ. ബില്ലെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബില്ലെ അവിടെ ഉണ്ടാകാനും പാടില്ല. ഞാൻ കൊണ്ടുവരാം ബില്ലയെ, ഞാൻ കൊണ്ടുവരാം. എങ്ങനെ? Be careful. ഓക്കെ സാർ. എങ്ങനെയാ ജി, ഇത്ര സെക്യൂരിറ്റി ഉണ്ടായിട്ടും പട്ടാപ്പകൽ കടത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കടത്തിക്കൊണ്ടുപോയി, നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി. ഇങ്ങനെ സംസാരിക്കില്ലേ ജയ്? നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആകേണ്ടിയിരുന്നു. ഞാനല്ല, നമ്മുടെ ഇടയിൽ നിന്നും ഇൻഫർമേഷൻ പോകാതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കിഡ്നാപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ല.
ആ അനിലിനെ എത്ര നാളായിട്ടറിയാം? ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്ത നാൾ മുതൽ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ട്രസ്റ്റ് മീ. എന്താ നോക്കുന്നേ? ഇത് നിന്റെ സ്ഥലം തന്നെയാ. ഒന്ന് ഓർത്തു നോക്ക്. ഒട്ടും ഓർമ്മ വരുന്നില്ലേ? നിന്റെ CJ സാൻഡ്ര. ഫസ്റ്റ് ഡേ തന്നെ സാൻഡ്രയുടെ ധൈര്യം കണ്ട് നീ ഇംപ്രസ്ഡ് ആയി. ഓർമ്മയുണ്ടോ? ഓക്കെ. റിക്കി, ജെയിംസ്, മാർക്ക്, വിജയ്, ഷാന. എക്സ്ക്യൂസ് മീ. ഹലോ. ബില്ല. ജഗദീഷ്. ഹായ് ബില്ല. തിരിച്ചെത്തിയതിൽ സന്തോഷം. താങ്ക് യു. എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല. ഓക്കെ, രഞ്ജിത്തിനോട്. പറയൂ. നോ നെറ്റ്വർക്ക്. വേലു, DSP സർ, സാറേ. ഓ സോറി. എങ്ങനെയുണ്ട് പുതിയ ജീവിതമൊക്കെ? സൂപ്പർ സർ. പക്ഷേ ബില്ലയുടെ ഗ്രൂപ്പിൽ 2 ഡേഞ്ചർ ലൈറ്റ്സ് ഉണ്ട്. ഒരുത്തി CJ. ഞാൻ ബില്ലയാണെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ചെവി കടിക്കുന്നുണ്ട്. ഏത് സമയത്തും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയൊരുത്തി സാൻഡ്ര. അവളെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാര്യത്തിലേക്ക് കടക്ക്. ഓൾ റൈറ്റ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസും ഞാൻ ഏകദേശം മനസ്സിലാക്കി. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം, ഞാൻ ജഗദീഷിനോട് സംസാരിച്ചു. എപ്പോഴാ കണ്ടത്? കണ്ടില്ല, ഫോണിലൂടെയാണ് സംസാരിച്ചത്. സർ, എനിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി. ഞാൻ പഴയ ബില്ലാവൻ ഇതാണ് കറക്റ്റ് സമയമെന്ന് കരുതുന്നു. സാർ എന്ത് പറയുന്നു? കറക്റ്റ്. അതിന് ഞാൻ വഴിയുണ്ടാക്കാം. അവരുടെ കൂടെ ഇനി പുറത്തു പോകുമ്പോൾ എന്നെ വിവരം അറിയിക്കും. നീ പഴയ ബില്ലായി മാറണം. അവർ വിശ്വസിക്കണം. അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം. നീ പൊയ്ക്കോ. യു ഗുഡ്. വെരി ഗുഡ്. താങ്ക് യു. അല്ല, സാർ അങ്ങനെ തിരിച്ചു പോവാ? എങ്ങനെ വന്നോ അങ്ങനെ പോ. ഓക്കെ. അഥവാ ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് അദൃശ്യ മനുഷ്യനോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ